നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും പണമില്ലാതെ വിഷമിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ 7 ദിവസത്തിനുള്ളിൽ 5 കോടി രൂപ കേരളത്തിലെ ഒരു ധനകാര്യ സ്ഥാപനം നിങ്ങൾക്ക് തന്നാലോ? ബിസിനസ് നന്നായി കൊണ്ടുപോകാൻ പറ്റും അല്ലെ? എന്നാൽ അതിന്റെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്കിന്ന് ലോൺ തരാൻ പോകുന്നത് കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ആണ്. ഇവരുടെ 5 കോടി രൂപ കേരളത്തിലെ മിഡ് ടേം സംരംഭകർക്കായിട്ട് നൽകുന്നുണ്ട്. ദീർഘകാല കാലാവധിയുള്ള ഏകദേശം 10 വർഷത്തെ കാലാവധിയാണ് നൽകുന്നത്. AA റേറ്റഡ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ് KFC ലോൺ. 10 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ് KFC ലോൺ കൊടുക്കുന്നത്. കേരളത്തിലെ മിഡ് ടയർ ബിസിനസ്സുകാർക്കാണ് മെയിൻലി കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കുറഞ്ഞ പലിശ നിരക്ക് മാത്രമേ ഉള്ളൂ. 8% പ്ലസ് ആണ് ഇവരുടെ പലിശ നിരക്ക്. കോൺട്രാക്ടേഴ്സിനും ടൂറിസം മേഖലയ്ക്കൊക്കെ പ്രധാന പരിഗണന നൽകുന്നുണ്ട് എന്ന് വലിയൊരു കാര്യമാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാം പ്രധാനമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺട്രാക്ടേഴ്സിനാണ് മെഷീനറി, വർക്കിംഗ് ക്യാപിറ്റൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കോൺട്രാക്ടേഴ്സിനെ അത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ടൂറിസം മേഖലയിൽ റിസോർട്ടുകൾക്ക്, ഹൗസ് ബോട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം, ലോൺ എടുക്കാം. അതേപോലെ തന്നെ മാനുഫാക്ചേഴ്സിന് ചെറുകിട ഉൽപ്പന്നങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന പല യൂണിറ്റുകളുടെ അവർക്ക് അപ്ലൈ ചെയ്യാം. ലോജിസ്റ്റിക്കുകൾ, വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. പ്രധാന സവിശേഷതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ വായ്പ പാസ്സാക്കുന്നു എന്നതാണ് എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫാസ്റ്റ് പ്രോസസിംഗ് ആണ്. അതേപോലെ തന്നെ ലോങ് ടെനർ, 10 വർഷം വരെയുള്ള തിരിച്ചടവ് കാലാവധി ഉണ്ട്. അപ്പം മെല്ലെ അടച്ചാൽ മതി. പിന്നെ AA റേറ്റഡ് സെക്യൂരിറ്റി, സർക്കാരിന്റെ പിന്തുണയുള്ള സുരക്ഷിതത്വം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലോ കൊളാട്രൽ ആണ്. ആവശ്യമായ ഈടിൽ ഇളവുകൾ കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു വലിയ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കൊളാട്രൽ കാര്യങ്ങളൊന്നും വരില്ല. എന്നാലും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി ലാഭ കണക്കുകളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു വായ്പ തുക 2 കോടി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 9% പലിശ വരികയാണെങ്കിൽ ആനുവൽ EMI ഏകദേശം 30 ലാക്ക് നിങ്ങൾക്ക് വരും. വരുമാനം എന്ന് പറയുന്ന റവന്യൂ, പ്രോജക്റ്റ് വരുമാനത്തിനനുസരിച്ചിട്ട് ഒരു 65 ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് ഇയർലി വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് 2 കോടി രൂപയുടെ ഒരു ബിസിനസ്സിന് ഒരു 65 ലാക്സ് ഒക്കെ ഒരു വർഷം റവന്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 30 ലാക്സ് പോയി കഴിഞ്ഞാൽ ഏകദേശം 35 ലാക്ക് നിങ്ങൾക്ക് ഒരു കൊല്ലത്തെ നെറ്റ് ആദായം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വായ്പ തിരിച്ചടവ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ സർക്കാരിന്റെ മറ്റുള്ള സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സബ്സിഡി സ്കീമുകളുണ്ട്, പലിശ ഇളവുകൾ കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സ്കീമുകളാണ്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് CGTMSE, ഈടില്ലാതെ വായ്പ ലഭിക്കുന്നതിനുള്ള ഒരു ഗ്യാരണ്ടിയാണ്. ഒരു ഈട് നിങ്ങൾക്ക് വേണ്ട. CGTMSE എന്നാണ് അതിനെ പറയുന്ന പേര്. അതേപോലെ തന്നെ മെന്ററിംഗ് ഉണ്ട്. ബിസിനസ് വളർത്താൻ വേണ്ടി വിദഗ്ധ സഹായം, സർക്കാരിന്റെ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പലവിധ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടാവും. ഇപ്പൊ സർക്കാർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പോലും കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ബിസിനസിന്റെ എക്സ്പാൻഷൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇൻഷുറൻസ്, നിങ്ങളുടെ സംരംഭത്തിന് ഒരു കവറേജ് നൽകും. ഒരു എമൗണ്ട് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ സർക്കാരിന്റെ പല സ്കീമുകളെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഇൻഷുറൻസ് സ്കീമുകളൊക്കെ സെറ്റ് ചെയ്ത് തരും. അപ്പൊ ഇൻഷുറൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഭാവിയിൽ വന്നാൽ അതിന് കൂടി റിക്കവറി ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ കൂടിയായിരിക്കും. അപ്പോൾ സർക്കാരിന്റെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട്സും ഉണ്ടായിരിക്കും. ബട്ട് ജെന്യൂൻ ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കണം. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രോജക്ട് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണം. നിങ്ങൾക്ക് ആ ബിസിനസ് ചെയ്യാനുള്ള ഒരു യോഗ്യത അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വെറുതെ ഒരാൾ പെട്ടെന്ന് വന്നിട്ട് എനിക്ക് ഇന്ന് തുടങ്ങണം എന്ന് പറയുന്നതിനപ്പുറം നിങ്ങൾക്ക് ആ ഒരു മേഖലയിലെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിലൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് അതിലെ സാധ്യത ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പ്രവൃത്തി പരിചയം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും റൂട്ട് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് RSETകളിൽ പോയിട്ട് നിങ്ങൾക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെ വരും. 1 മാസത്തെ 15 ദിവസത്തെ അതുപോലെ തന്നെ 2 മാസത്തേക്ക് കോഴ്സുകൾ പലപ്പോഴും വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള RSETകളുടെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതേപോലെ തന്നെ RSETകളുടെ EDP ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെയുള്ള EDPയുടെ സർട്ടിഫിക്കറ്റ് കൂടി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇതിനുള്ള ചാൻസ് കൂടുതലായിരിക്കും. കാരണം വലിയ പ്രോജക്റ്റുകൾ ആയതുകൊണ്ട് മാക്സിമം പേപ്പേഴ്സ് ഉള്ളതിനനുസരിച്ച് നമുക്ക് ഈസി ആയിരിക്കും നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വായ്പ എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. ശരിയായ സമയത്ത് എടുക്കുന്ന വായ്പ മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിനെ വലിയ രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും എടുത്തിട്ട് അതിനോട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് 5 കോടി വരെയാണ് ഇതിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലോണ് കാര്യങ്ങൾ കിട്ടും. 10 വർഷമാണ് ഇതിന്റെ കാലാവധി വരുന്നത്. ഓർക്കുക സുഹൃത്തുക്കളെ, നിങ്ങളുടെ പല ആൾക്കാർക്കും പലതരത്തിലുള്ള ലോണുകളെ കുറിച്ചിട്ട് ഇതുവരെ ഇങ്ങനെ അന്വേഷിച്ചിട്ട് നടക്കുന്നുണ്ടാവും. ഞങ്ങൾ ലോണിന് വേണ്ടി മാത്രം, ലോൺ റിലേറ്റ് ചെയ്തിട്ട് മാത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സ് ഞങ്ങൾ പിൻ ചെയ്ത് വെക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ലോണുകൾ മാത്രമാണ്
ഞങ്ങൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നല്ല, എന്തൊക്കെ തരത്തിലുള്ള ലോൺ സ്കീമുകൾ ഉണ്ട് എന്നതിനെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്ത് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യും. ഫ്രീ ആണ്. എല്ലാം അപ്രൂവ്ഡ് ആയിട്ടുള്ള, റെഗുലേറ്റഡ് ആയിട്ടുള്ള, RBI അംഗീകാരമുള്ള, ജെന്യൂൻ ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ ഡീറ്റെയിൽ മാത്രമേ, RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഞങ്ങൾ ഷെയർ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ടൈം ടു ടൈം നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കിട്ടും. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, ഒരുപാട് ആൾക്കാർ. അത് പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, ബിസിനസ് ലോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ മാരേജ് ലോൺ ആയിക്കോട്ടെ, ഇനി എന്ത് പർപ്പസുള്ള ലോൺ, ഹോം ലോൺ, കാർ ലോൺ, എല്ലാ ലോണുകൾക്കും ഞങ്ങൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ ഒരുപാട് വീഡിയോകൾ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ നിഷ് റോണി സൈനിങ് ഓഫ്. ബൈ.